തീരുവയും H-1B വിസ പ്രഖ്യാപനവുമൊക്കെ അമേരിക്കയുടെയും ഇന്ത്യയുടെയും ഇടയിൽ സൃഷ്ടിച്ച വിള്ളലുകൾ തീർക്കാനാകാം വീണ്ടും ട്രംപും മോദിയും കൂടിക്കാഴ്ച നടത്താൻ പോകുന്നുവെന്നാണ് വിവരം. റഷ്യയിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന തീരുവ ഏർപ്പെടുത്തിയതിന് പിന്നാലെ വഷളായ ഇന്ത്യ-US ബന്ധം മെച്ചപ്പെടുത്താനാകും ഈ കൂടിക്കാഴ്ചയെന്നാണ് സൂചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുമെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ. ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ ന്യൂഡൽഹിയിൽ നടക്കുന്ന ക്വാഡ് രാജ്യങ്ങളുടെ ഉച്ചകോടിയിലായിരിക്കും കൂടിക്കാഴ്ച നടക്കുക. മോദിയുടെയും ട്രംപിന്റെയും ഇടയിൽ വളരെ പോസിറ്റീവായ ഒരു ബന്ധമുണ്ടത്രേ. ആ പോസിറ്റീവ് ബന്ധത്തിന്റെ സൂചനയാകാം ട്രംപിന്റെ പ്രതികൂല പ്രവർത്തനങ്ങൾക്കും കാരണമാവുന്നത്. എന്നാൽ ട്രംപ് തീരുവ തർക്കം കാരണം ക്വാഡ് ഉച്ചകോടിക്കായി ഇന്ത്യയിലേക്ക് പോകില്ലെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ-US ചർച്ചകൾ പോസിറ്റീവായി പുരോഗമിക്കുന്നുണ്ടെന്നും വരും ആഴ്ചകളിൽ ഒരു പരിഹാരം സംഭവിക്കുമെന്നുമാണ് വിവരം. ട്രംപ് ഭരണകൂടം കാശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നേരിട്ടുള്ള പ്രശ്നമാണെന്നും വിഷയം പരിഹരിക്കേണ്ടത് ഇന്ത്യയും പാകിസ്ഥാനും ചേർന്നാണ് എന്നുമാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ. മോദിയുടെ പിറന്നാളിന് ആശംസയൊക്കെ അറിയിച്ച സ്ഥിതിക്ക് എന്തായാലും പല കാര്യങ്ങളിലും മധ്യസ്ഥനായി എന്ന് സ്വയം അവകാശപ്പെടുന്ന ട്രംപിന്റെ അടുത്ത നീക്കം എന്തെന്നത് അറിയേണ്ടത് ശ്രദ്ധേയമാണ്. ട്രംപിന്റെ നേരിട്ടുള്ള ആശയവിനിമയ ശൈലി ചില സംഘർഷങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ഇരുപക്ഷവും ഞങ്ങളുടെ സഹകരണം നിലനിർത്തുന്നതിനും വികസിപ്പിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധരാകുന്നുണ്ടെന്നാണ് വാദം. എന്തായാലും ഇന്ത്യയും US തമ്മിലുള്ള ഭാവി സഹകരണത്തിനും തീരുവ വിഷയത്തിനും ഈ കണ്ടുമുട്ടലുകൾ സഹായകമായേക്കുമോ എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്.